അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അവരവരുടെ മതത്തിൻ്റെ ആരാധനയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് മാതാവും പിതാവും കൂടെ TV-യുടെ മുൻപിൽ മക്കൾ രണ്ടുപേരും അവരുടെ മുറിയിൽ കഴി മൊബൈല്. നാശത്തിലേക്ക് പോകുന്ന ഒരു തലമുറ. ഇവരെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? നമ്മുടെ ലോകം മുഴുവൻ സർവ്വവ്യാപിയായി ഓരോ ദിവസവും മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് 5 കോടി, 10 കോടി, 15 കോടി, 25 കിലോ, 500 കിലോ മയക്കുമരുന്നുകൾ. അത് പല രൂപത്തിലാണ് വരുന്നത്. മയക്കുമരുന്നിനാണെങ്കിൽ തന്നെ. എന്നാൽ ഈ മയക്കുമരുന്നിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. മുട്ടായിയുടെ രൂപത്തിൽ രാവിലേക്ക് നമ്മുടെ കുഞ്ഞ് സ്കൂളിലേക്ക് പോകും, കൂട്ടുകാരന് കൊടുക്കുന്ന ഒരു മുട്ടായിയാണ് വാങ്ങി കഴിക്കുന്നത്. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ. പക്ഷെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവൻ ബോധം നഷ്ടപ്പെട്ടിട്ട് സാർമാരെ തിരിച്ചറിയില്ല. സ്കൂളിൽ പല ചേഷ്ടകളും ബഹളങ്ങളും കാണിക്കും. അപ്പം അത് അരുതേ മദ്യപാനം, അരുതേ മയക്കുമരുന്ന്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം. ആകയാൽ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കും? ഒരേ ഒരു മാർഗം, ദൈവത്തെ കണ്ടുമുട്ടുക, ദൈവഭയത്തിൽ ജീവിക്കുക. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിത്തീർന്നു. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിക്ക് ദൈവം ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ, ഒറ്റ മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് കൂട്ടുതുണയായി ഒരു സ്ത്രീയെയും കൊടുത്തു. രണ്ടുപേരെയും ദൈവം ഏദൻ തോട്ടത്തിൽ പരദീസയിലാക്കി അവരെ സൂക്ഷിച്ചു. രാവിലെയും വൈകിട്ടും ഹോവയായി ദൈവം അവരെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. ദൈവമായിട്ട് അവർ ആരാധന കൂടിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ഒരു ഭവനം രാവിലെയും വൈകിട്ടും ദൈവമായിട്ട് ആരാധന നടത്തിക്കൊണ്ടിരുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല ഫലവൃക്ഷത്തിൻ്റെയും ഫലം പഴിക്കാം. പക്ഷേ ഇതിന് നടുക്ക് നിൽക്കുന്നൊരു ഫലവൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം നീ പറിക്കരുത്, അത് മാത്രം നീ പറിക്കരുത്. ദൈവം പറഞ്ഞ ഒരേ ഒരു വാക്ക്. എന്നാൽ കാലം ഉരുണ്ടു മാറിയപ്പോൾ, കാലങ്ങൾ നീണ്ടുപോയപ്പോൾ പൈശാചിക ശക്തി തന്ത്ര രൂപേണ മനുഷ്യനെ അല്ലെങ്കിൽ സ്ത്രീയെ വശീകരിച്ച് അവളെ കൊണ്ട് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാനിടയായി. അവൾ പറിച്ചു തിന്നു, അവളുടെ ഭർത്താവിനും കൊടുത്തു. അങ്ങനെ മനുഷ്യൻ ദൈവദേശത്തില്ലാത്തവനായി തീർന്നു. ദൈവം വൈകുന്നേര സമയത്ത് കടന്നു വന്നു. ആദാമേ നീ എവിടെ, അല്ലെ മനുഷ്യ നീ എവിടെയെന്ന് വിളിച്ചപ്പോൾ അവൻ ദൈവത്തിന് മുന്നിൽ കടന്നു വരുവാൻ സാധിക്കാതെ അവൻ ഓടി ഒളിച്ചു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും രണ്ടുപേരും ഓടി ഒളിച്ചു. ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ, അല്ലെങ്കിൽ മനുഷ്യ നീ എവിടെ? അവൻ ഉത്തരം പറയാൻ സാധിക്കാതെ കാടുകളിൽ ഒളിച്ചു. നീ ചോദിച്ചു, എന്തുകൊണ്ട് നീ പുറത്തു വരുന്നില്ല? ഞാൻ നഗ്നനാകുന്നു. അതുവരെ അവർക്ക് നഗ്നതയില്ലായിരുന്നു. കാരണം ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടവർ, ദൈവ തേജസ്സിനാൽ ഉടുക്കപ്പെട്ട വസ്ത്രമായിരുന്നു അവരെ ധരിച്ചിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ അവൻ നഗ്നനായി തീർന്നു. അവൻ ദൈവത്തിൻ്റെ മുൻപിൽ കടന്നു വരുവാൻ സാധിക്കാതെ അവൻ ദൂരെ മാറിയിരുന്നു. എങ്കിലും ദൈവം രണ്ടുപേരെയും വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. അത്തിയില കൊണ്ട് ഇല തുണ്ണി രണ്ടുപേരും നഗ്നത മറച്ചു. ദൈവം രണ്ടുപേരെയും ശിക്ഷിച്ചു. ഏദൻ തോട്ടം സ്വർഗീയ പരദീസയിൽ നിന്ന് പുറത്താക്കി മനുഷ്യവർഗത്തെ പുറത്താക്കി കളഞ്ഞു. അന്ന് മുതൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് എന്തു പരിഹാരം? അനേക ന്യായാധിപന്മാരെ അയച്ചു, ദൈവഭക്തന്മാരെ അയച്ചു, അബ്രഹാമിനെ അയച്ചു, നോഹയെ അയച്ചു, ഏലിയാവിനെ അയച്ചു, ഏലിശ അയച്ചു, അനേക ദൈവാസന്മാരെ അയച്ചു, രാജാക്കന്മാരെ കൊടുത്തു. പക്ഷേ മനുഷ്യൻ്റെ പാപത്തിനൊരു പരിഹാരം വന്നില്ല. 10 കൽപ്പന കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു, പ്രവാചകന്മാരെ അയച്ചു. ഇതെല്ലാം ചെയ്തിട്ടും മനുഷ്യൻ്റെ പാപത്തിന് ഒരു നിത്യപരിഹാരം വരുവാൻ സാധിച്ചില്ല. മനുഷ്യൻ്റെ പാപത്തിന് ഒരു നിത്യപരിഹാരം സാധിച്ചില്ല. താൽക്കാലികമായിട്ടൊക്കെ പരിഹാരം വരും. പാപം ചെയ്യും, പാപം ചെയ്തതിന് ശേഷം പുരോഹിതൻ്റെ അടുത്ത് നിന്ന് പാപങ്ങളെ ഏറ്റുപറയും, യാഗം കഴിക്കും, ഒരു താൽക്കാലിക വിടുതൽ കിട്ടും. എന്നാൽ അവൻ്റെ പാപത്തിന് ഒരു നിത്യപരിഹാരം വരുവാൻ സാധിക്കാഞ്ഞതിൻ്റെ ഫലമായിട്ട് പിതാവായി ദൈവം കാലങ്ങൾ ഉരുണ്ടു മാറിയപ്പോൾ, കാലചക്രങ്ങൾ നീണ്ടുപോയപ്പോൾ തൻ്റെ ഏകപുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പിതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓമനപുത്രനെ ഭൂമിയിലേക്ക് അയക്കും. അവനെ അവർ നിന്ദിക്കും, പരിഹസിക്കും, അടിക്കും, അവനെ തള്ളിപ്പറയും, കൊല്ലും. അങ്ങനെ സംഭവിച്ചു. 30 വയസ്സുവരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചിട്ട് 3.5 വർഷക്കാലം വരെ ശുശ്രൂഷ ചെയ്ത് ഞാനാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ മനുഷ്യവർഗത്തിനൊരു പാപത്തിനും പരിഹാരമില്ല എന്ന് പറഞ്ഞിട്ട് 3.5 വർഷക്കാലം വരെ ശുശ്രൂഷ ചെയ്യും. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ റോമാ ഗവൺമെൻറ് അവനെ തള്ളിക്കളഞ്ഞ്, അവനെ മരണത്തിന്, അല്ലെങ്കിൽ യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞു. ഇവനെ രാജാവായിട്ട് വേണ്ട, ഇവനെ ദൈവമായി ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ക്രൂശിൽ മരണത്ത് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ക്രൂശിന്മേൽ 2 ആണികളും 3 ആണികളുമേൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ സകലവും നിവൃത്തിയായി, നീ പറഞ്ഞു വിട്ട കാര്യം മുഴുവൻ നിവൃത്തിയായി. തൻ്റെ ചതയാഴ്ച തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തു.
പ്രിയ സഹോദര, നിങ്ങൾ ആരെങ്കിലും പറയുന്നു ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നല്ലേ, നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യനല്ലേ, ഞാൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായി അവൻ്റെ രക്തത്തിൽ കൂടി വരുന്ന DNA ആണ് നിങ്ങളുടെ എൻ്റെയും രക്തത്തിൽ കൂടി കടന്നു പോകുന്നത്. അതുകൊണ്ട് നീ ജന്മനാ ഒരു പാപിയാ. നിന്റെ പാപത്തിന് പരിഹാരം വരുവാൻ ഏകമാർഗം, അനേക നല്ല മാർഗങ്ങൾ, കർമാർഗങ്ങൾ ഒക്കെയും നമ്മൾ ചെയ്യും, അനേക പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. എന്നാൽ മനുഷ്യന് സമാധാനമില്ല. ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ നോക്കിയാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. മഹാരോഗം, സാമ്പത്തിക തകർച്ച, ആത്മഹത്യ. ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീ കൊളുത്തുക, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക. അങ്ങനെ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരു കാലയളവിലേക്ക് ലോകം എത്തിച്ചേർന്നു. ഇതിനൊക്കെ സമാധാനം എന്തുണ്ട്, സ്വസ്ഥത എന്തുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ദൂരെ നോക്കുമ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നവുമില്ല, പക്ഷെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അറിയുന്ന പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടുകയില്ല, മക്കൾ തമ്മിൽ സംസാരിക്കുകയില്ല, എല്ലാവരും തമ്മിൽ വളരെ അകലം. ഇതിനൊക്കെ പരിഹാരമാണ് ഏകന്റെ ഭരണം. അവസാനത്തുള്ളി രക്തം വരെ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ആ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ. ഇത് അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ താഴെ കഴിക്കുന്നുള്ള ദൈവവചന പ്രകാരം ഈ ദേശവാസികളെ ഞങ്ങൾ മാടി വിളിക്കുന്നു. ഇന്ന് നീ മരിച്ചാൽ, അവസാന ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിടെ വിശ്രമിക്കും. നിന്റെ ആത്മാവ് വിശ്രമിക്കുവാൻ ഏക സ്ഥലം, ഒന്നുകിൽ നീ നിത്യത അല്ലെങ്കിൽ നിത്യമരണം. ദൈവം നിശ്ചയിച്ചിട്ട് രണ്ട് പരദീസ, ഒന്ന് സ്വർഗീയ പരദീസ അല്ലെങ്കിൽ നാശത്തിൻ്റെ പരദീസ. ഇത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു, മരിച്ചതിന് ശേഷം പിന്നെ നിന്നെന്ത് കർമ്മങ്ങൾ ചെയ്താലും നിന്റെ ആത്മാവ് രക്ഷപ്പെടുകയില്ല. മരിക്കുന്ന ആ സമയം തന്നെ നിന്റെ ആത്മാവിന് എവിടേക്ക് പോകണമെന്ന് ദൈവം നിശ്ചയിക്കും, അവിടേക്ക് പോയി കഴിയും. 40 ദിവസമോ 60 ദിവസമോ 100 ദിവസമോ നിന്റെ മരണത്തിന് ശേഷം നിന്റെ ആത്മാവിന് വേണ്ടി ഏതെല്ലാം കർമ്മങ്ങൾ നടത്തിയാലും സ്വർഗത്തിലേക്ക് പോവുകയില്ല. ഇന്ന് പകൽക്കാലം സഹോദര, മരണം ഏതു സമയം നിന്നെ മാടി വിളിക്കാം. ഞാൻ മരിക്കത്തില്ലെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. എത്ര വലിയ കൊട്ടാരമായാലും കുടിലായാലും ഒരു സുപ്രഭാതത്തിൽ മരണം നിന്നെ തേടിയെത്തും. അങ്ങനെ മരിച്ചാൽ നിന്റെ ആത്മാവിടെ നിത്യവിശ്രമം പ്രാപിക്കും. ഇന്ന് പകൽക്കാലം ഈ നട്ടുച്ച സമയത്ത് ഈ ദേശവാസികളോട് ഞാൻ ചോദിക്കുന്നു, സഹോദര, നിന്റെ ആത്മാവ് എവിടെ നിത്യവിശ്രമം? ഇന്ന് നിന്റെ മരണമാണെങ്കിൽ ആർക്കും മരണം ഏത് നിമിഷവും കടന്നു വരാം. വന്നാൽ നിന്റെ ആത്മാവ് എവിടെ വിശ്രമിക്കും? നിന്റെ ആത്മാവിന് നിത്യവിശ്രമം പ്രാപിപ്പാൻ ദൈവ ഏക വഴി യേശു ക്രിസ്തു. അവൻ തന്നെ സത്യവും വഴിയും പുനരുദ്ധാനവും. അവനിൽ കൂടെ അല്ലാതെ മാനവരാശിയുടെ രക്ഷയ്ക്ക് ദൈവം വേറൊരു കർമ്മമാർഗം നിശ്ചയിച്ചിട്ടില്ല. ആകയാൽ യേശു നിന്നെ വിളിക്കുന്നു. യേശു ഒരു മനുഷ്യവർഗത്തിൻ്റെ, ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് അവതരിച്ചല്ല. സർവ്വലോകത്തിനുണ്ടാകാനുള്ള സന്ദേശം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തു ഇന്ന് പൽക്കാലം നിങ്ങളെ മാടി വിളിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അനേകർ അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. 28 വർഷക്കാലം മിലിറ്ററിയിൽ ജോലി ചെയ്തു. 14 വർഷക്കാലം ഒരു മദ്യപാനിയായി ജീവിച്ചു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇതൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായസ്ഥാനത്തിലേക്ക് നടത്തുമെന്നുള്ള ആ വചനം ഒരിക്കൽ കേൾക്കുവാനിടയായി. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവവായുധരായി തീരുവാനിടയായി ഇന്നുവരെയും ദൈവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദേശവാസികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയൊക്കെയും യേശു ക്രിസ്തുനാമത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അടുത്ത ആളിന് മൈക്ക് കയറുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.